ഫാക്സ് വന്ന് ഇത്രേ ഉള്ളൂ. ലക്ക് എന്ന് പറഞ്ഞ പരിപാടിയിലാണ് ഈ സാധനം പൊക്കോണ്ടിരിക്കുന്നത്. റിസ്ക് ആണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പോയിലേക്ക് ഇടുക, കിട്ടിക്കഴിഞ്ഞാൽ നല്ല പ്ലെയറെ കളിപ്പിക്കാം, അല്ലെങ്കിൽ മൊത്തം പോകും. പക്ഷെ പാക്ക് നല്ലതാണ്, കാരണം നമുക്ക് ഒരു മോശം പ്ലെയർ തന്നെ നമുക്ക് നമ്മളെ അതിനകത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എപ്പിക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൊസിഷനിൽ പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റി പ്ലെയറെ നിങ്ങൾക്ക് ആ ഒരു പാക്ക് ചെയ്ത് കിട്ടും. അപ്പൊ നിങ്ങളുടെ കോയിൻ പക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റൊണാൾഡോ പോലത്തെ പാക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലാണ്ട് ഇപ്പോൾ ഒരു ആർമൻ സിദ്ധാനൊക്കെ പോലെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലെയറിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അവർ മാത്രം മതി. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ യുണീക്ക് പ്ലെയർ വന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനൊക്കെ ചാൻസ് വളരെ കുറവാണ്. അതല്ലാത്തുള്ള കേസ് ഞാൻ പറഞ്ഞ് ലക്ക് ട്രൈ ചെയ്യുക. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ആ കോയിൻ പോവും. ഒരു ഗെയിമാണ്, അക്കൗണ്ട്സ് ഗെയിം. നിങ്ങൾ ഇത് പോയി കഴിഞ്ഞ് ക്യാമ്പയിൻസും കോയിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. അല്ലെങ്കിൽ ചുമ്മാ ഉള്ള കോയിൻസ് വെച്ചിട്ട് വരെ 10,000 2,000 കോയിൻസ് ഒക്കെ നമുക്ക് എന്തായാലും വെറുതെ 1-2 മാസത്തിലൊക്കെ ഗെയിമിൽ നിന്ന് കിട്ടണതാണ്. സോ വീണ്ടും കോയിൻ സേവ് ചെയ്യുക. അടുത്ത വർഷം അടുത്ത പവർഫുൾ കാർഡ്സും അടുത്ത പ്ലേയേഴ്സും വരുമ്പോൾ അപ്പം സ്പിൻ ചെയ്യുക. അപ്പോൾ ആ രീതിക്ക് കണ്ടുവച്ചാൽ മതി. പിന്നെ വല്ല പിള്ളേർ സ്റ്റുഡൻസ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിലുള്ള കോയിൻസ് വെച്ച് കറക്കിയാൽ മതി. അല്ലാണ്ട് നിങ്ങൾ കാശൊക്കെ മുടക്കി ഒരിക്കലും ഗെയിമിൽ കൊണ്ടുപോയി കറക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വലുതായി ജോലിയൊക്കെ കിട്ടി കാശൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യുക. അതൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് കറക്കാൻ നിൽക്കുന്നവരോട് പറയാനായിട്ടുള്ളത്. നല്ല പാക്ക് തന്നെയാണ് വന്നേക്കണേ. പക്ഷെ നിങ്ങളുടെ കോയിൻ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുക. എന്നോട് ഈ പാക്ക് കറക്കണം വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം കറക്കിക്കോ, നല്ല വെറുതെ പാക്കാണെന്നാണ് എല്ലാവർക്കും പറയാനായിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഉണ്ട്, അതും കൂടെ കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് പറയാനുള്ളത്, ഈ ഒരു പാക്കിന് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ, എന്താണ് എല്ലാവർക്കും കിട്ടണം. അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ എവിടെ നോക്കിയാലും ഇപ്പോൾ ഇതിൻ്റെ കമൻസിൽ നോക്കിയാലും നെല്ലിക്ക് ഇന്ന പ്ലെയർ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കമൻസൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഫാക്ട്സാണ് അടുത്തത് പറയാനായിട്ടുള്ള കുറച്ച് ഡിബേറ്റ് ടോപ്പിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടഭിപ്രായം ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എനിക്കോട് ഭൂരിഭാഗം കുറേ നാൾ കളിച്ച യൂസേഴ്സിനൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മനസ്സിലായിട്ടുണ്ടാവും. പുതിയ യൂസേഴ്സിനാണെങ്കിൽ പോകെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഗെയിമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലായുള്ള പ്രോബിലിറ്റിയിലാണ് സപ്പോർട്ട് ചെയ്യുക. 150 പ്ലെയറിൽ ഒരു ട്രിക്ക് ഇവർ പറഞ്ഞു നോക്കുന്നുണ്ട്. അത് കേട്ട് നമുക്ക് കറക്റ്റ് നോക്കാം. അപ്പോൾ കൊണാമിക്ക് അതൊന്നും ഇഷ്ടമാണ്. അപ്പാക്കിൻ്റെ പ്രോബിലിറ്റി വെച്ച് വരെ 2% ഉള്ളത്. അത് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കാം. അത്രയും ചാൻസ് കുറവായിരിക്കും. പ്രോബിലിറ്റി അപ്പോൾ അവർ കച്ചവടം എന്തായാലും നടത്താം. വേറെ ആവശ്യമില്ല. പ്രോബിലിറ്റി കൊടുത്താൽ മതി. മണ്ടായിക്കോട്ടെങ്കിൽ അപ്പോൾ അതിൽ കിട്ടാൻ ചാൻസ് കൂടുതലായിരുന്നു. ഇപ്പം 150 ആയതുകൊണ്ട് ഇപ്പോൾ പ്രോബിലിറ്റി സാധനം മോശം പോലെ പ്രോബിലിറ്റി കുറഞ്ഞു. ചിലപ്പോൾ നമ്മൾ കറക്കുമ്പോഴാണ് നമുക്ക് ചാൻസ് കൂടും. 50 രൂപ എത്തിക്കിട്ടില്ല. അപ്പോൾ 100 എത്തിക്കില്ല. പിന്നെ ചാൻസ് കൊടുക്കും. പിന്നെ നമ്മുടെ കറക്കി 50 പേർക്ക് കളിക്കുള്ളൂ. അപ്പോൾ 50-ൽ 3 എത്തിക്കുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം പോയിന്റ്സ് എത്രത്തോളം കറക്കുള്ളൂ, അങ്ങനെയാണ് ഇത് ചാൻസ് കൂടുതൽ. അങ്ങനെയാണ് നമ്മുടെ ഗെയിമിലെ ബോക്സോടെ പാറ്റേൺ പറയാനുള്ളത്. ഞാൻ പല വീഡിയോസിൽ പറഞ്ഞു കേട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ലിസ്റ്റ് വീഡിയോസ് ഒന്നുണ്ടാവില്ല. വർഷത്തിൽ 1-2 അങ്ങനത്തെ വീഡിയോ ചെയ്യലുള്ളൂ. അപ്പോൾ നമ്മുടെ ഗെയിമിനകത്തുള്ള ബോക്സോടെ പാറ്റേൺ കിട്ടാനുള്ള ഒരു പരിപാടിയൊക്കെ ഈ ഒരു ഇതിൻ്റെ ലിങ്കിലാണ് വന്നത്. ഈ ഒരു ബാച്ചിൽ നമുക്ക് വ്യാഴാഴ്ച ശേഷം എല്ലാവർക്കും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് വരേണ്ട റീസൺ മറ്റൊന്നുമില്ല. നമുക്ക് മണ്ടയിലെ പാക്ക് എല്ലാവരും കറക്കുന്നുണ്ട്.